ഞാൻ പത്തേമാര് ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണൂല്ല. കാരണം എൻ്റെ അച്ഛനൊരു ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ പത്തേമാരി സിനിമ കാണില്ല. അങ്ങനെയാണ് സൗദി വെള്ളയ്ക്ക. ഞാൻ തരുൺ ചേട്ടനോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പടം എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണണ്ട. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അവർ സിനിമയിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഉപദേശം തരാൻ വേണ്ടി മാത്രമേ അവർക്ക് സിനിമയിൽ അറിവൊന്നുമില്ല. പിന്നെ എനിക്ക് അറിയാത്ത ആൾക്കാരിൽ നിന്ന് ഒരുപാട് ഉപദേശം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് ആൾക്കാർ തന്നത്, ഞാൻ അധികം കുക്ക് ചെയ്യാത്ത ഒരാളാണ്. കാരണം ഞാൻ ഒരു +2 വരെ പഠിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ അയ്യോ നീ പെണ്ണാണ്, നീ കുക്കിംഗ് പഠിക്കണം, നീ അത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടാനാണ്, ഇങ്ങനൊരു വാക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പം എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് പറയും, പെൺകുട്ടികളെ കുറച്ചൊക്കെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കണം. ഇത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കണ്ടോ അമ്മ ഇങ്ങനൊരു സാധനം എനിക്ക് ആരൊക്കെയോ ഇൻജെക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വീട്ടിൽ കയറിയിട്ട് ഞാനിങ്ങനെ പോയി ചോദിച്ച്, അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞായിരുന്നു, നീ ആദ്യം പോയിട്ട് അമ്മയോട് ചോദിക്കണം നാളെ രാവിലെ എത്ര മണിക്ക് എണീക്കേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ ഇതൊന്നും ശീലമില്ല. എന്നിട്ട് ഞാൻ ആ നന്മ മരമാവാൻ വേണ്ടി ഞാൻ പോയി ചോദിച്ച്, എത്ര മണിക്കാണ് അമ്മ എണീക്കേണ്ട രാവിലെ? അപ്പോൾ നീ കല്യാണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നില്ലേ 2 ദിവസം, നീ തോന്നുമ്പോൾ എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുക ആദ്യത്തെ ദിവസം യെസ് സക്സസ് എന്നുള്ള ഇതിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ഇടയ്ക്ക്, നീ നിക്കർ ഇട്ടുണ്ടെന്ന് വെളിയിൽ ഇറങ്ങില്ല. അപ്പോൾ എന്ന് വെച്ചിട്ട് പറയും നിക്കറൊക്കെ കൊള്ളാമോ, അവളെ ഇറങ്ങട്ടെ. ചില സമയത്ത് ഞങ്ങൾ ഉടക്കും, ഞങ്ങൾ വഴക്കടിക്കും, പക്ഷെ ഞങ്ങൾ തന്നെ എതിർക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ ദേഷ്യമൊന്നും വയ്ക്കാനില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതോ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണ്ട. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അവരാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ഒരു വൈഫാണ്, അപ്പോൾ എനിക്കത് ഓക്കെ ആണോ, ഞാനിങ്ങനെ ഇതൊക്കെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നു, ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള സ്പേസ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടില്ല. എൻ്റെ 2 വീട്ടിൽ നിന്ന് എനിക്കങ്ങനെ ചിന്തിക്കാനുള്ള സ്പേസ് തന്നിട്ടില്ല. എനിക്ക് ഇപ്പം എൻ്റെ കരിയറിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ, ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്താൽ ശരിയാവോ എന്ന് എനിക്ക് ആദ്യം പോയി ചോദിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് അടുത്തിടെ എനിക്ക് കിട്ടുന്ന ഒരുപാട് മെസ്സേജിലൊന്നാണ്, ചേച്ചി എന്തിനാ ഈ ക്യാരക്ടർ ചെയ്തതെന്നുള്ളത്. മധുവിധു അതിൻ്റെ റൈറ്റേഴ്സായിട്ടുള്ള ജയവിഷ്ണുവേട്ടനും ബിബിൻ ചേട്ടനും എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെയാണ്, ഇവൻ ഷറഫൊക്കെ. പക്ഷെ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അതെന്തിനാ ഈ ക്യാരക്ടർ ചെയ്ത്, ഇതിലെന്താണ് ചെയ്യാൻ മാത്രം ഇല്ലേ എന്ന് ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു. ചെയ്തതിൽ എനിക്ക് നഷ്ടബോധമൊന്നുമില്ല, ചെറിയൊരു വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഈ ഒരു പോയിന്റിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഇതേപോലൊരു കുടുംബിനിയായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നും ചെയ്യാണ്ട് ഒരു ഭാര്യ മാത്രമായിട്ട് കഴിയുന്ന ഒരാളായിരിക്കാം. ഇത്രയും കഴിവുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയ, ഇത്രയും ആൾക്കാരുടെ സ്നേഹം കിട്ടുന്ന ആ ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പ്രിറ്റിയാണ്, ബബ്ലിയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ശ്രീവിദ്യ. വെൽക്കം ടു ദി ഷോ. കുറച്ചുകൂടെ പറയായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാൻ അതാ വിചാരിച്ച കുറച്ചുകൂടി പറയാറുണ്ട് വിചാരിച്ചു. ശ്രീവിദ്യ ആ പേര് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരിയായ ഒരു നായികയുടെ പേരാണ്. സത്യം അല്ലേ? സത്യം. പണ്ട് കാലത്ത് ഈ പേരിട്ട് ശ്രീവിദ്യ എന്നുള്ള പേര് പലരും കേൾക്കുമ്പോൾ സിനിമാ നടിയാവാൻ ആഗ്രഹം ഉണ്ടെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആരോടും പറഞ്ഞിട്ടില്ല? അപ്പൊ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവല്ലോ, സിനിമ ആഗ്രഹം ഉണ്ടാവും. ഞാൻ പോലും മറന്നുപോയൊരാഗ്രഹം ആയിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് ശ്രീവിദ്യ എന്ന പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയിലോട്ട് വരുമ്പോൾ ഒരു നായികയുടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നായികയുടെ പേരുണ്ടെങ്കിൽ അവർ പറയും പേര് മാറ്റാം എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ ആദ്യം എൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ശ്രീവിദ്യ. എൻ്റെ അമ്മ അത്യാവശ്യം സിനിമയൊക്കെ കാണാറൊന്നുമില്ല, നമ്മുടെ നാട്ടിലാണ്, അറിയാം എനിക്ക്. അപ്പം അന്നത്തെ സാഹചര്യം നമ്മളെ സിനിമയിൽ നിന്ന് അങ്ങനെ കാണാറുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടിയായിരുന്നു. അങ്ങനെ ആ പേരിട്ട് സിനിമയിലേക്ക് വന്നപ്പോൾ സിനിമയിലേക്ക് വരുന്ന ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ്. എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ഒന്നാമത് മറ്റേ വെക്കേഷൻ വിടുന്ന പോലെ ആദ്യത്തെ ഒരു സിനിമ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇല്ല, ഞാൻ എൻ്റെ സിനിമാ പാരമ്പര്യം ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമ കുഞ്ഞുനാൾ മുതൽ 4ാം ക്ലാസ്സിൽ നിന്ന് ടൂർ കൊണ്ടുപോയി കണ്ടതിന് ശേഷം ഞാൻ കാണുന്ന സിനിമ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും, പിന്നെ CID മൂസ. ഈ 2. ഇത് കഴിഞ്ഞ് ഞാൻ കാണുന്ന സിനിമ തട്ടത്തിമറയത്ത്. ഇതിന്റെ ഇടയിൽ ഈ സിനിമ നായികയാവണം, സിനിമ നടിയാവണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ. എനിക്ക് വീട്ടിലാരോടും പറഞ്ഞില്ല? ഇല്ല, വീട്ടിൽ ആരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആഗ്രഹമൊക്കെ എല്ലാ ഈ മമ്മൂക്ക പറയണ പോലെ
ലോകത്തിൽ ഇത്രയും പെർസെൻറ്റേജ് ആൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ആരും പറയത്തില്ല. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് എനിക്ക് ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മറ്റേ ഈ മഞ്ഞു പെയ്യണം മരം കുളിരണം പാട്ടൊക്കെ പാടി ഞാൻ തന്നെ അഭിനയിച്ച് ഞാൻ തന്നെ അവിടെ തന്നെ കുഴിച്ചു മൂടി അങ്ങനെ ഒരു. ഈ പാട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ കാസർഗോഡ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കാവ്യ മാധവനായിരിക്കും. ആണാണ്. കാരണം നമുക്കറിയാം, ഇപ്പം ഞാനൊരു കാസർഗോഡുകാരനാണ്, ശ്രീവിദ്യ ഒരു കാസർഗോഡുകാരിയാണ്. സ്വപ്നം കാണുന്നതിന് ഒരുപാട് പരിമിതികളുള്ളൊരു നാടാണ്. ആ നാട് നമ്മൾ കുറ്റം പറയല്ല, അങ്ങനെയാണ്. അപ്പോൾ കാവ്യ മാധവൻ എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമാ നടി അതിനുശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ട് കാസർഗോഡ് നിന്ന് കാവ്യ മാധവനാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് അധികം പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ശ്രീവിദ്യ ആയിരിക്കാം. അങ്ങനെ ആവട്ടെ. അപ്പോൾ കാവ്യ മാധവൻ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്ടിങ് കരിയർ ചൂസ് ചെയ്യുമ്പോഴോ സിനിമയിൽ വരുമ്പോഴോ? നമുക്ക് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വരുന്ന സമയത്ത് എവിടെ നിന്നാ കാസർഗോഡ് നിന്ന്, അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് മുഖത്ത്. എന്നിട്ട് പറയും ഓ അടുത്ത കാവ്യമാധവൻ ആവാനല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് ഇതാണ്. ഞാൻ ഇതേപോലെ, അതായത് കാവ്യ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാവാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ വെച്ചേക്കുന്ന ഒരാളാണ്, അത്രയും നല്ലൊരു നടി. അപ്പം ഈ കാസർഗോഡ് നിന്ന് കാവ്യമാധവൻ, ഇത് നമ്മുടെ കൂടെ അങ്ങ് ട്രാവൽ ചെയ്യുന്ന ഒരു ഡയലോഗാണ് ഇത്രയും വർഷമായിട്ട്. സോ ഓഫ് കോഴ്സ് അതെ. പിന്നെ അപ്പോൾ ഈ സിനിമയിലോട്ട് ഇപ്പോൾ ഫസ്റ്റ് സിനിമ ഷാഫി സാറിൻ്റെ അല്ലല്ല, എൻ്റെ ഫസ്റ്റ് സിനിമ ജീവൻ ബാബു എന്നുള്ള ഡയറക്ടറിന്റെ ക്യാമ്പസ് ഡയറി എന്നുള്ളൊരു പടമാണ്. അത് പടം അത്രയും പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെയിൻ ആയിരുന്നു. അതിലെനിക്ക് അച്യുതാനന്ദൻ സാറിൻ്റെ കൂടെ, സഖാവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പിന്നെ അതിൽ ഗൗതമി നായർ, പിന്നെ അനുസിതാര, സുദേവ് നായർ തുടങ്ങി ഒരുപാട് കലാകാരന്മാർ, അവരുടെ കൂടെ ഞാൻ തുടക്കം വെച്ച പടം. കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയത് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ബോംബ് ആണ്. അതെന്നെ സെക്കൻഡ് സിനിമയാണ്. ആ സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അത് എനിക്ക് പോലും ഓർമ്മയില്ല. എനിക്ക് അതിലേക്കുള്ള അവസരം തരുന്നത് നമ്മുടെ ജോർജ് ഏട്ടനാണ്, മമ്മൂക്കാൻ്റെ ജോർജ് ഏട്ടനാണ്. അപ്പോൾ ജോർജ് ഏട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് പറഞ്ഞു, പഴയ ബോംബ് കഥയും കുട്ടനാടും ബ്ലോഗും എനിക്ക് ഒരേ സമയത്ത് വരുന്ന സിനിമകളാണ്, രണ്ടും ജോർജ് ഏട്ടനാണ് എനിക്ക് ആ സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോഴും എൻ്റെ സീരിയസ്നെസ് ഒന്നുമില്ല, അറിയില്ല. പോവുക, വെക്കേഷന് പോകുന്ന പോലെ പോവുക, കോളേജിൽ പഠിക്കുകയാണ് ആ സമയത്ത്. പോയി ചെയ്യുക, എല്ലാവരെയും കാണുക, മമ്മൂക്കാനെയൊക്കെ കാണുക, ഇതാണ് എൻ്റെ ഡ്രീം. അല്ലാതെ അഭിനയത്തിൽ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്രയും ചെയ്യാം, ഈ ക്യാരക്ടർ അതൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ അതൊക്കെ ചിന്തിക്കില്ലേ, അതൊന്നുമില്ല. സിനിമ അഭിനയിക്കുന്നു, ഹായ് സിനിമ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിലോട്ട് അഭിനയിച്ചതിന് ശേഷം അത്യാവശ്യം ഫെയിം ഇരിക്കുന്ന സമയത്താണ് മിനി സ്ക്രീനിലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ മിനി സ്ക്രീൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻനിര താരങ്ങൾക്കൊരു പിന്നോക്കമുണ്ട് മിനി സ്ക്രീൻ എന്ന് പറയും. പക്ഷെ ബോളിവുഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയില്ല. അപ്പോൾ ശ്രീവിദ്യ മിനി സ്ക്രീനിലോട്ട് ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ കുറച്ചുകൂടി ഫെയിം കിട്ടിയത് മിനി സ്ക്രീൻ എന്നാണല്ലോ. ഫസ്റ്റ് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇത് ചെയ്യണോ, ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഒരു ഷോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? കൺഫ്യൂസ്ഡ് ആയിരുന്നോ? അല്ലെങ്കിൽ വെൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ ആൾക്കാർ മിനി സ്ക്രീനിനെ കാണുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അപ്രോച്ച് ചെയ്തത് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ? എനിക്ക് അങ്ങനെ ഒരു തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി സ്ക്രീൻ എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഷോയാണ്, അപ്പം എനിക്ക് അധികം അറിയത്തില്ല ആ ഷോനെ കുറിച്ച്. ഇങ്ങനെ അറിയാം, പക്ഷെ അത്രയും ഇതൊന്നുമില്ല. ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേയ്മെൻറ്റും ആയിരുന്നു. 2 സിനിമ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ഒരു ദിവസത്തേക്ക് പോയി വരാമെന്നുള്ള തീരുമാനത്തിലാണ്. എനിക്ക് തോന്നുന്നു അതൊരു ഒരു ദിവസത്തെ ഷൂട്ടിനും മാത്രമായിട്ട് പോയിട്ട് അവിടുത്തെ പെർഫോമൻസ് കണ്ടിട്ട് അവര് സാലറി കൂട്ടി എനിക്ക് തോന്നുന്നു. കാരണം ആ ഷോ അത്രത്തോളം ഹിറ്റായത് ഒരു ടൈമിൽ അവർക്ക് റേറ്റിംഗ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് അത്രത്തോളം റീച്ച് വന്നത്. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ആ ഷോനെ കുറിച്ച് അധികം അറിയത്തില്ല. ഇത്രയും ഫാൻ ബേസ് ഉണ്ട്, ആ ഷോ എല്ലാവർക്കും അറിയാം. നമ്മൾ ആ സമയത്ത് അങ്ങനെ TV കാണുന്ന ആളല്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം ആ ഷോ. അപ്പോഴും അമ്മ പറഞ്ഞു, പിന്നെ പോണോ, നീ ചെയ്യണോ, അപ്പോൾ എപ്പോഴും അങ്ങോട്ട് പോകേണ്ടി വരില്ല, ഞാൻ കാസർഗോഡ് നിന്നാണല്ലോ വരുന്നത്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പോയി കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞു, കൊള്ളാം, ഇങ്ങനെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ പോയി. ഞാൻ ദുബായിൽ നിൽക്കുമ്പോഴാണ് പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ വെളിയിൽ പോയപ്പോഴാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഷോയെ കണ്ടിട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വെളിയിലിറങ്ങി. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് മോളെ ഇന്നലെ TV-യിലുണ്ടായ കുട്ടിയല്ലേ എന്ന്. ഞാൻ 3 സിനിമ ചെയ്ത് നിന്നിട്ടും ആദ്യമായിട്ട് എന്നെ കണ്ട ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അയ്യോ ആണ്. അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ഈ ഷോയ്ക്ക് ഇത്രയും ഇതുണ്ട്, റീച്ച് ഉണ്ട്, ഇങ്ങനെയാണ്.
അന്ന് മുതൽ എനിക്ക് കിട്ടിയൊരു പിന്നെ വീണ്ടും അവർ വിളിക്കുന്നു, അടുത്ത സ്കെഡ്യൂളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ അവിടെ ആയിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ തീരുമാനമാണ്, ഓക്കെ ഞാൻ ഇവിടെ പോകുന്നു. അപ്പോഴും ഒരുപാട് കാലം അവിടെ നിൽക്കണം അങ്ങനെയൊന്നുമില്ല, കുറച്ച് കാലം. അപ്പം അതാണ് സന്തോഷം, അത് ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷെ അവിടെ നിന്നാണ് എനിക്കൊരു കരിയർ ഗ്രോത്ത് എന്നുള്ളത്. അവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞു കൊച്ചിയിലായിരുന്നു ഷൂട്ട്, കാസർഗോഡ് നിന്ന് വരുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിലാണോ സെറ്റിൽ ആയിരിക്കുന്നത്, അതോ കാസർഗോഡാണോ? ഇപ്പം എനിക്ക് ആരെങ്കിലും എവിടെയാണ് വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാം. അപ്പം ഞാൻ സാധാരണ ഒരാൾ എവിടെ വീട് എവിടെ ഇപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ കാസർഗോഡ്, ഞാൻ കല്യാണം കഴിച്ച ട്രിവാൻഡ്രത്ത്, പക്ഷെ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. എനിക്ക് ഇന്നും അറിയില്ല, ഇപ്പോഴും എനിക്ക് അറിയില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 3 ഉത്തരം കൊടുക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വോട്ട് എവിടെയാണ്? വോട്ട് കാസർഗോഡ്. അത് മാറില്ല. പല മലയാള സിനിമാ താരങ്ങൾക്ക് വോട്ടുള്ളത് ചെന്നൈയിലാണ്. അതെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിൽ നിന്ന് വോട്ട് മാറ്റണ്ട എന്നുള്ളൊരു ഭയങ്കര വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഇതേപോലെ കൊച്ചിയിലേക്ക് മാറ്റണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴും എന്താണെന്നറിയാം, എല്ലാവരെയും കാണാൻ പറ്റും. നമ്മൾ വെക്കേഷനൊക്കെ നാട്ടിൽ പോകൂലേ, അതുകൊണ്ട് വോട്ടിങ് നാട്ടിൽ നിന്ന് മാറ്റണ്ട എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് മാറ്റിയിട്ടില്ല. നാട്ടിൽ പോയാൽ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതെ, ഒന്നെങ്കിൽ തെയ്യം വേണം, അല്ലെങ്കിൽ വോട്ടിങ്ങിന് പോകണം. തെയ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തെയ്യം കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഇതാണ്. എങ്ങനെയാണ് തെയ്യം കാണുന്നത്, അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കുഞ്ഞുനാൾ മുതലേ കാണുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ഇവനിതൊക്കെ അത്ഭുതമാണ്, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര അത്ഭുതമാണെന്ന്. നമുക്കറിയില്ലല്ലോ, ഈ കണ്ണുള്ളവന് കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളത്. അതെ, കണ്ടേ കാണുകയാണ്. നമുക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ചാമുണ്ടിയമ്മയെ അത് ശരിയാക്കി തരണേ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. നമുക്ക് ഒറ്റക്കോലൊക്കെ തീ തുള്ളണ തെയ്യമൊക്കെ നമുക്ക് ഞങ്ങൾക്ക് ഈ തെയ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് കൂടുക, കുറച്ചു നേരം തെയ്യം കാണാം. എനിക്കൊക്കെ തെയ്യത്തിന് എന്തോരം ചീത്തടിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട്, ഞങ്ങൾ ഏറ്റവും ബാക്കിലിരുന്ന് ഇങ്ങനെ കഥ പറയും. അപ്പോൾ ഇത് ഒറയണ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഏറ്റവും ഭക്തിയായിട്ട് നിൽക്കേണ്ട ഒരു സമയം. ഞങ്ങൾ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ നമുക്ക് ചീത്ത കിട്ടും. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് തെയ്യം. പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടെ ഇത് നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയുന്ന ഇപ്പോഴാണ്. ഈ ചീത്ത കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ സിനിമയിലോട്ട് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അച്ഛൻ്റെന്നോ അമ്മേൻ്റെന്നോ ഒരു ഉപദേശം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നീ ഒരു സിനിമ അങ്ങനെയുള്ളൊരു വലിയൊരു വൈൽഡ് ഫീൽഡാണല്ലോ, ഏത് രീതിയിലെങ്കിലും ഉപദേശം വന്നിട്ടുണ്ട് ഒരു എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അവർ സിനിമയിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഉപദേശം തരാൻ വേണ്ടി മാത്രം അവർക്ക് സിനിമയിൽ അറിവൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു പ്രായം വരെ ഒരുപാട് സിനിമകൾ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. സോ അമ്മ എല്ലാം കാണുന്നുണ്ട്, കൂടെയുണ്ട്. പിന്നെ എനിക്ക് അറിയാത്ത ആൾക്കാരിൽ നിന്ന് ഒരുപാട് ഉപദേശം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ ഒരു കലാജീവിതത്തിൽ ഞാൻ പണ്ട് ഈ ബാലസംഘത്തിലൊക്കെ പോയി അവിടെ നിന്നാണ് എന്നെ ക്ലബ്ബ് ബാലസംഘം ഇവിടെ നിന്നാണ് അവിടുത്തെ ചേട്ടന്മാർ, നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരാണ് എന്നെപ്പോലെ കുറേ പിള്ളേരെ നമ്മളെ സ്റ്റേജിലെത്തിക്കുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, എല്ലാ ചേട്ടന്മാരാണ് ചെയ്യുക. നമ്മുടെ അവിടുത്തെ ബാലസംഘത്തിലെ ചേട്ടന്മാർ, ക്ലബ്ബിലെ ചേട്ടന്മാർ. അപ്പോൾ ഇവരാണ് അവിടുത്തെ എല്ലാ കുട്ടികളുടെയും ആ കലാവാസന വളർത്തുന്നത്. അതുകൊണ്ട് അങ്ങനൊരു നിനക്കറിയാലോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു നാടാണ് എനിക്ക് പെരുമ്പള എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇവര് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് നാട്ടിൽ എൻ്റെ കലാജീവിതത്തിന് ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ നാട്ടിൽ. സ്വാഭാവികമായിട്ടും പെരുമ്പള എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ഈ പറഞ്ഞ ആർട്സ് ക്ലബ്ബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളതാണ്, സപ്പോർട്ടുള്ളതാണ്. ആ സപ്പോർട്ട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൽ നിന്ന് ഏത് രീതിയിലാണ്? കാരണം പുള്ളിയുടെ വ്ളോഗ് കാണാറുണ്ട്, നിങ്ങൾ ഒരുമിച്ചുള്ള യാത്ര കാണാറുണ്ട്. രാഹുലിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നിർത്തി. അപ്പം എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് പറയും പെൺകുട്ടികളെ കുറച്ചൊക്കെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കണം. കാരണം എനിക്ക് ചായ വയ്ക്കാനൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഇത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കണ്ടോ അമ്മായി അമ്മ ഇങ്ങനൊരു സാധനം എനിക്ക് ആരൊക്കെയോ ഇൻജെക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ ട്രിവാൻഡ്രത്തെ അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, വാട്ടർ അതോറിറ്റിയിലായിരുന്നു. കർക്കശക്കാരി. അതായത് രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തി ഇങ്ങനെ ചെയ്ത് പപ്പാമ്മ, ഞാൻ പപ്പാമ്മ എന്നാണ് വിളിക്കുക, പപ്പാമ്മ മോനെ പഠിപ്പിച്ചതും ഇതേപോലെയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് തുണിയൊക്കെ മടക്കി വയ്ക്കുക, അവൻ അത്യാവശ്യം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു ടെൻഷൻ. സ്വാഭാവികമായിട്ട് എല്ലാ പെൺകുട്ടികൾക്കും നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ കയറി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. ഇപ്പം പക്ഷെ ഞാൻ പറയുന്ന പോലെയാണ് ആ വീട്. രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോയിക്കൊണ്ടുണ്ടായിരുന്ന അമ്മ ഇപ്പം എണീക്കണം 9 മണിക്കാണ്. അപ്പോൾ അതെ, ഞാനത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് വിചാരിച്ചൊരു ഇത് എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ആദ്യം വീട്ടിൽ കയറിയിട്ട് ഞാനിങ്ങനെ പോയി ചോദിച്ച്, അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞു, നീ ആദ്യം പോയിട്ട് അമ്മയോട് ചോദിക്കണം നാളെ രാവിലെ എത്ര മണിക്ക് എണീക്കേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ ഇതൊന്നും ശീലമില്ല. എന്നിട്ട് ഞാൻ ആ നന്മ മരമാവാൻ വേണ്ടി ഞാൻ പോയി ചോദിച്ച് എത്ര മണിക്കാണ് അമ്മ എണീക്കേണ്ട രാവിലെ?
അപ്പം എന്നെ പറഞ്ഞു നീ കല്യാണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നില്ല 2 ദിവസം, നീ തോന്നുമ്പോൾ എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കും ആദ്യത്തെ ദിവസം യെസ് സക്സസ് എന്നുള്ള ഇതിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ഇടയ്ക്ക്, നീ നിക്കർ ഇട്ടുണ്ടെന്ന് വെളിയിൽ ഇറങ്ങില്ല. അപ്പം ചേട്ടൻ പറയും നിക്കറൊക്കെ കൊള്ളാമോ, അവളെ ഇറങ്ങട്ടെ, നിക്കർ ഓക്കെ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. ഇത് ചെയ്യില്ല, നീ അത് ചെയ്യും. ഇടയ്ക്ക് ഞാനിങ്ങനെ ജീൻസും ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടിട്ടും ഇത് എനിക്ക് ചേർന്നില്ല, നീ വേറെ ഇടുമെന്ന് പറയും. അപ്പം ഞാൻ വേറെ ഇടും. ചില സമയത്ത് സൽവാർ ഇട്ട് കഴിഞ്ഞാൽ പറയും നിനക്ക് ഇത് ചേരില്ല, ജീൻസും ടോപ്പ് ഇടും, ആ സാധനം എനിക്ക് ചേരുന്നില്ലായിരിക്കും. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ചില സമയത്ത് ഞങ്ങൾ ഉടക്കും, ഞങ്ങൾ വഴക്കടിക്കും, പക്ഷെ ഞങ്ങൾ തന്നെ എതിർക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ ദേഷ്യമൊന്നും വയ്ക്കാനില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഇതോ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണ്ട. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അവരാണ്. അപ്പൊ അമ്മായിപ്പോര് ഉണ്ടായിട്ടില്ല? ഞങ്ങൾ അമ്മായിപ്പോര് ഉണ്ടാവുന്നത് എന്തിനാണെന്നറിയോ, ചില സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അത് അമ്മായിയമ്മ പോരാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നന്ദു ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിനെ മക്കളെ ഇങ്ങ് വാന്ന് വിളിക്കും. എനിക്ക് ഭയങ്കര വിഷമം വരും, എന്നെ വിളിച്ചില്ല. ട്രിവാൻഡ്രത്തുകാർ ഒരു മക്കളെ വിളിയുണ്ട്. പിന്നെ പെണ്ണേന്നുള്ളവര് എന്നെ പെണ്ണേന്ന് വിളിക്കും, മക്കളേന്നുള്ളൊരു വിളിയുണ്ട് ട്രിവാൻഡ്രത്തുകാർക്ക്. നോർമലി ഒരു ഇതിൽ ഓട്ടോ ഇതിൽ പോണ ചേട്ടനാണെങ്കിൽ പോലും മക്കളെ എന്ന് പറഞ്ഞ് നമ്മളൊരു വിളിക്കും. നമ്മുടെ ഹാർട്ടങ്ങ് മെൽറ്റ് ആവും. എൻ്റെ അമ്മേ, എന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ആരെങ്കിലും മക്കളെ എന്ന് വിളിച്ചാൽ ഞാൻ അവരുടെ കൂടെ പോകും. അയ്യോ കഴിഞ്ഞ ദിവസം ഇത് അങ്ങനെ. അപ്പം അതിലൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്നെ വിളിച്ചില്ല. പിന്നെ ചിക്കൻ ഫ്രൈ ഇവന് കൂടുതൽ കൊടുത്തു, കാരണം വേറെ ആരും ഇല്ല, ഒരു മോനായതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പം നേരത്തെ കുക്കിംഗ് അറിയില്ലെന്ന് പറഞ്ഞു, ഇപ്പം എങ്ങനെയാണ്? ഇപ്പം രാഹുലാണ് കുക്ക് ചെയ്യുന്നത് അല്ല ശ്രീ? ഞാൻ കുക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ വീട്ടിലെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഭയങ്കര ഫ്ലോപ്പാണ്. അപ്പോൾ ആരും അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. നന്ദുചേട്ടൻ കുക്ക് ചെയ്യും സമയമുള്ളപ്പം ഏകദേശം. പിന്നെ ഞങ്ങൾ 2 പേരും പലപ്പോഴായിട്ട് വീട്ടിലുണ്ടാവാറില്ല. നമ്മൾ സെറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഫുഡായിരിക്കും, അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റേ ചെയ്യുന്നെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡായിരിക്കും. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്ത് ഇതേപോലെ ഞാൻ ഉള്ളി അരിഞ്ഞു കൊടുക്കും, അവൻ കുക്ക് ചെയ്യും. പാത്രം ഞാൻ കഴുകാനാണെങ്കിൽ കുക്കിംഗ് അവനാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ശ്രീവിദ്യ എങ്ങനെ കാണുന്നു? ഇപ്പം ഞാനൊരു മിറർ തരുകയാണ്. ഇത്രയും തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ ജീവിതം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു സമയം തരുകയാണ്, ഒന്ന് ആലോചിച്ച് ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഈ ഒരു പോയിന്റിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഇതേപോലൊരു കുടുംബിനിയായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നും ചെയ്യാണ്ട് ഒരു ഭാര്യ മാത്രമായിട്ട് കഴിയുന്ന ഒരാളായിരിക്കാം. സോ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എന്നെ ഓരോ പോയിന്റിൽ എത്തിച്ച, ഓരോ എക്സ്പീരിയൻസ് തന്ന, ഇത്രയും ആൾക്കാരുടെ കൂടെ, ഇത്രയും കഴിവുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയ, ഇത്രയും ആൾക്കാരുടെ സ്നേഹം കിട്ടുന്ന ആ ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോയിന്റിൽ താങ്ക് യു മാത്രമേ പറയാറുള്ളൂ. ഇനിയിപ്പോൾ ദൈവത്തോടൊന്നും ചോദിക്കാനില്ല, എല്ലാം ദൈവം തന്നു എന്നുള്ള രീതിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ. ഓക്കെ, ബാക്ക് ടു മൂവീസ്. അത് കഴിഞ്ഞിട്ട് വൈശാഖേട്ടൻ്റെ ഒരു സിനിമ നൈറ്റ് ഡ്രൈവ് എങ്ങനെയായിരുന്നു അതിലൊരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൈശാഖേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്. എങ്ങനെയായിരുന്നു അവസരം വന്നത്? എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? നൈറ്റ് ഡ്രൈവിൻ്റെ റൈറ്റർ അഭിലാഷ് പിള്ളയായിരുന്നു. അപ്പോൾ അഭിയേട്ടനാണ് എന്നെ പടത്തിലേക്ക് വിളിച്ച് ഇതേപോലെ വൈശാഖേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു, അതായത് ഭയങ്കര ടെൻഷനുമാണോ അതും ക്യാരക്ടറും അങ്ങനെയായിരുന്നു. അപ്പം മുടിയൊക്കെ വെട്ടി ഞാൻ അവിടെ നിന്നു. പക്ഷേ ഈ ആൾക്കാർ നമ്മൾ വിചാരിക്കും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, പക്ഷെ അവരായിരിക്കും ഏറ്റവും ഡൗൺ ടു എർത്ത്. അവർ ഇത്രയും ആൾക്കാരെ കാണുന്നതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ അവർക്ക് മോൾഡ് ചെയ്ത് കൊടുക്കണം എന്നറിയാം. എനിക്കൊന്നും ഒരു ടെൻഷൻ തന്നിട്ടില്ല അവിടെ. ഇങ്ങനെ ചെയ്യും. അതായത് ഒരു അനിയത്തിയോടൊക്കെ പറയുന്ന പോലെയാണ് വൈശാഖൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. എല്ലാവരും അവിടെ സെറ്റിൽ എല്ലാവരും, റോഷൻ ചേട്ടനാണെങ്കിലും എല്ലാവരും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ശ്രീവിദ്യയുടെ ഫോട്ടോ വെച്ച് കുറേ ട്രോൾസും കുറേ കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ളതല്ല, പേടിക്കണ്ട, ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണത്? തലയുടെ അതാണ് എന്നെ ഞെട്ടിച്ചത്. തല ആക്ച്വലി 7 വർഷം മുൻപേ ഷൂട്ട് ചെയ്ത പടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും അധികം ഹോപ്പുള്ള ഒരു പടമാണ് അത്. കൈസ് മിലൻ എന്നുള്ള നമ്മുടെ ആകാശവാണിയൊക്കെ ചെയ്ത കൈസക്കാൻ്റെ പടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൈസക്ക മലയാള സിനിമയിൽ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡയറക്ടറായിരിക്കും. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പോകുന്ന ഒരു ഡയറക്ടറായിരിക്കും. അത് അന്ന് ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം റിലീസായില്ല. സുരഭീച്ചിയുണ്ട്, ശാലിനുണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ. അങ്ങനെ ഇപ്പോഴാണ് അത് മനോരമ മാക്സിൽ റിലീസായത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് മുന്നത്തെ വർഷത്തെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അതിൽ നിന്നുള്ള കുട്ടിയായിരുന്നു, മുല്ലു ആയിരുന്നു. അപ്പം ഇത് റിലീസായതിന് ശേഷം ഞാൻ അതിൽ ഡഫ് ആൻഡ് ഡമ്മ എന്ന ക്യാരക്ടർ
എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടർ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമ കണ്ടു കൊള്ളാം എന്ന് പറയുന്നതിനേക്കാളുപരി ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ആൾക്കാർ മെസ്സേജ് അയക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റൈറ്റപ്സ് ഒക്കെ കാണുന്നതും. അപ്പം അതെനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയി, 10 വർഷത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു മൈലേജ് തരുന്ന കാര്യമല്ല, കാരണം ഇനിയും അഭിനയിക്കണമെന്ന് തോന്നാനും ഇനി കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീവിദ്യയ്ക്ക് ചെയ്യണം എന്ന ക്ലീശ ചോദ്യമാണ്, എന്നാലും ചോദിക്കാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെയുള്ള ടൈപ്പ് കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ സിനിമ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇതിനിപ്പോൾ പ്ലാൻ? മുന്നേ ഞാൻ സിനിമ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഇടും, അതിൻ്റെ അപ്പുറത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് അറിയാം സോഷ്യൽ മീഡിയയിലാണ് ഒരുപക്ഷെ നമുക്കൊരു സിനിമ ചെയ്തതിനേക്കാളും കൂടുതൽ മൈലേജ് കിട്ടാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ നന്നായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ സിനിമ ഫോക്കസ് എന്നുള്ളതിലുപരി സിനിമയാണ് ആഗ്രഹം, ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ സിനിമയാണ് ആഗ്രഹം, പക്ഷേ അതിനേക്കാളും ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഭാര്യ എന്നുള്ളൊരു റോള്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന റോള്, ആർട്ടിസ്റ്റ് എന്ന റോൾ, ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ഇതിലൊക്കെ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡാണോ, അതല്ല ഹസ്ബൻഡ് ഒന്നുമല്ല ഞാൻ തന്നെയാണ്, ഞാനാണ് അതിൻ്റെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അങ്ങനെയാണോ അത് നോക്കുന്നത്? ഇല്ല, ഓഫ് കോഴ്സ് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്ന് എനിക്കറിയില്ല. അതൊരു ഫ്ലോയ്ക്ക് പോകുന്നതാണ്. എനിക്ക് ഭയങ്കര വലിയ സപ്പോർട്ട് തന്നെയാണ് തരുന്നത്. കാരണം കാരണം നമ്മുടെ വർക്ക് ബേസ് ഇപ്പം നമ്മൾ ഷൂട്ടൊക്കെ കഴിയുന്ന സമയത്ത് രാത്രി 2 മണി 3 മണി ആയിരിക്കും. അതുമല്ല ഒരു മാസത്തിൽ പകുതിയിലധികം ദിവസങ്ങൾ നമ്മൾ വീട്ടിലില്ല. അപ്പം അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹസ്ബൻഡാണ്. അത് ഭയങ്കര പ്രൗഡാണ് ഞാൻ. പിന്നെ എനിക്ക് ഇപ്പം എൻ്റെ കരിയറിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ, ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്താൽ ശരിയാവോ എന്ന് എനിക്ക് ആദ്യം പോയി ചോദിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതെ. അതുകൊണ്ട് അപ്പോൾ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ, ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ അദ്ദേഹം തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ്? ചില സാധനങ്ങളൊക്കെ, ചില പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ചില പോയിന്റിൽ ഇത് നിനക്ക് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ചിലതൊക്കെ എൻ്റെ അടുത്ത് ഇതെനിക്ക് വർക്കായില്ല കേട്ടോ ചിന്നു, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും, മുഖത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞോളൂ. ശരി, അങ്ങനെയുള്ളതൊരു ലക്കാണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ എസ്റ്റാബ്ലിഷ് ആയിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റ്, അവരൊക്കെ ഒരു 2 വർഷമായിരിക്കും സിനിമ ചെയ്തത്, പക്ഷെ അത്രത്തോളം ക്യാരക്ടേഴ്സ് അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ കല്യാണം എന്നുള്ളൊരു ഒരു രീതി വന്നപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് സിനിമ വിട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പലരും പശ്ചാത്താപിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കുടുംബജീവിതമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ ശ്രീവിദ്യയുടെ കാര്യത്തിൽ ഈ കുടുംബജീവിതം കൊണ്ടുപോകുന്നതും കരിയറും കൊണ്ടുപോകുന്നതും ഏത് രീതിയിൽ അത് ഈ പറഞ്ഞ പോലെ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നെവർ. കാരണം ഇതേപോലെ എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത്, ഞാനിപ്പോൾ ഒരു വൈഫാണ്, അപ്പോൾ എനിക്കത് ഓക്കെ ആണോ, ഞാനിങ്ങനെ ഇതൊക്കെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നു, ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള സ്പേസ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടില്ല. എൻ്റെ 2 വീട്ടിൽ നിന്ന് എനിക്കങ്ങനെ ചിന്തിക്കാനുള്ള സ്പേസ് തന്നിട്ടില്ല. ഇപ്പം ഇത്രയും ബിസി ആയിരിക്കുന്ന സമയം, സിനിമകൾ ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്നു, മിനി സ്ക്രീനിൽ ആക്റ്റീവായിരിക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാൾ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു സിനിമ ഉണ്ട്, മധുവിധു എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ പക്ഷേ ചെറിയൊരു റോളിലായിരുന്നു ശ്രീവിദ്യ ഉണ്ടായത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഇത്ര ഒരു ചെറിയൊരു റോൾ ചെയ്യേണ്ടി വന്നത് എന്ന്. അതിപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ എന്തായിരുന്നു അതിനുള്ളൊരു തേജോ വികാരം? എനിക്ക് അടുത്തിടെ എനിക്ക് കിട്ടുന്ന ഒരുപാട് മെസ്സേജിലൊന്നാണ്, ചേച്ചി എന്തിനാ ഈ ക്യാരക്ടർ ചെയ്തതെന്നുള്ളത്. മധുവിധു അതിൻ്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള ജയവിഷ്ണുവേട്ടനും ബിബിൻ ചേട്ടനും എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെയാണ്. ഈവൻ ഷറഫൊക്കെ ഭയങ്കര അധികം ക്ലോസ് ആയ ആൾക്കാരാണ്. അപ്പോൾ അവരൊരു സിനിമ ചെയ്യുമ്പോൾ എന്തായാലും എന്നെ വിളിക്കുന്നുള്ളതാണ്. അപ്പം ആദ്യം വെച്ചൊരു ക്യാരക്ടർ അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ചേട്ടൻ ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത്, അവർ ആക്ച്വലി എൻ്റെ അടുത്ത് അത് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ആ ക്യാരക്ടർ എടി നീ അത് ചെയ്യേണ്ട, അത് നീ ചെയ്യാനില്ല എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ സിനിമ ചെയ്യാനുള്ള ഭയങ്കര വ്യഗ്രത മൂലം ഞാനാണ് ചേട്ടൻ്റെ അടുത്ത്, ജയവിഷ്ണുവിൻ്റെ അടുത്തും ബിബിൻ ചേട്ടൻ്റെ അടുത്ത് ഇല്ലേട്ടാ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നത്. ആ ക്യാരക്ടർ ആക്ച്വലി വേറൊരു കുറച്ചുകൂടെ ഒരു പ്രൊമനൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, കുറച്ചുകൂടി സ്പേസ് ഉണ്ടായിരുന്നു അത്. പക്ഷേ സിനിമയുടെ കുറച്ച് എഡിറ്റ്സ് മൂലം അത് ആ ക്യാരക്ടർ അങ്ങ് രജിസ്റ്റർ ആയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരി. അപ്പോൾ എനിക്കിങ്ങനെ തിയേറ്ററിൽ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ഒരു ക്ലൂ എനിക്ക് ജയവിഷ്ണുവേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, എനിക്കറിയാം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അതെന്തിനാ ഈ ക്യാരക്ടർ ചെയ്ത് ഇതിലെന്താണ് ചെയ്യാൻ മാത്രം ഇല്ലേന്ന് ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു.
അപ്പം ഇതൊരു പോയിന്റ് ആവട്ടെ എനിക്കത് പറയാൻ പറ്റുന്നത്, അത് അങ്ങനെ സംഭവിച്ച പിന്നെ അതിൽ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അങ്ങനെയാണ് എനിക്കത് എഴുതി വെച്ച ആ ഒരു ക്യാരക്ടറിൽ ഞാൻ വരണം എന്ന് എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാനത് വന്നിരിക്കും. ചെയ്തതിൽ എനിക്ക് നഷ്ടബോധമൊന്നുമില്ല, ചെറിയൊരു വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. ഇതുപോലെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ നായികമാർക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറേ ക്യാരക്ടർ ചെയ്ത ആളായിരിക്കാം. പക്ഷേ സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമ വരുമ്പോൾ അവർ കണ്ണും ചിമ്മി സിനിമ ഓക്കെ പറയും. ചിലപ്പോൾ ക്യാരക്ടർ നോക്കത്തില്ല, ഈ പറഞ്ഞ പോലെ എത്രത്തോളം ക്യാരക്ടറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നോക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നാളെ ശ്രീവിദ്യക്ക് ഇതുപോലെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമ വരുന്നു, പക്ഷെ കഥാപാത്രം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ കഥാപാത്രം തിരഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഭാഗമാവുന്ന ഒരു ലക്ക് തിരഞ്ഞെടുക്കുമോ? ഞാൻ രണ്ടും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ആർത്തിയാണ് സിനിമയോട്. ഞാൻ ചെയ്യും, ചിലപ്പോൾ അത് ഒരു സീനാണെങ്കിൽ പോലും ഞാൻ ചെയ്യും. ആ ഒരു സ്പേസ് ഉള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ അത്രയും ആൾക്കാരുടെ കൂടെ സൂപ്പർ സ്റ്റാർസ് ആണെങ്കിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ചെയ്യും, എൻ്റെ സ്വഭാവം വെച്ച്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ് സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, പലരും തമിഴ് സിനിമയിലെ നായികമാർ ആരും തമിഴരല്ല. പൊതുവേ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാർ ഇപ്പോഴും മലയാളികളെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. തമിഴിൽ പോകാൻ ആഗ്രഹമുണ്ടോ, തെലുങ്കിൽ പോകാൻ ആഗ്രഹമുണ്ടോ, അല്ല അവസരം വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തമിഴിന്ന് ഞാൻ ആദ്യ സിനിമ ചെയ്യുന്ന സമയത്ത് കുട്ടനാടൻ ബ്ലോഗൊക്കെ കഴിഞ്ഞ ഒരു പോയിന്റിൽ എനിക്ക് തമിഴ് സിനിമയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിനുള്ള പക്വത ഇല്ലാഞ്ഞിട്ടും അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ തമിഴ് നമ്മൾ കേൾക്കുന്നത് കുറേ എങ്ങനെയാണ്, എൻ്റെ വീട്ടുകാർ അത്രയും അവർക്ക് താല്പര്യമില്ല, അങ്ങനെ മൂലം വിട്ടുകളഞ്ഞ 1-2 പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കഥയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് കഥ ഇങ്ങനെ ഓൺലൈൻ പറഞ്ഞു തരുമല്ലോ അവർ, അതിലെനിക്ക് ഇപ്പോൾ ചെറിയൊരു നഷ്ടബോധമുണ്ട്. അപ്പോൾ ഇനിയൊരു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ആക്രാന്തമാണ് സിനിമയുടെ, ആർത്തിയാണെന്ന് പറഞ്ഞു സിനിമയുടെ. അപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ശ്രീവിദ്യ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറോ ഒരു ഡയറക്ടറോ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിനിമ സെലക്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെ നോക്കിയായിരിക്കും സെലക്ട് ചെയ്യുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ? അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് തമിഴ് ഫ്ലുവൻ്റ് അല്ല എനിക്ക്. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി തമിഴ് അറിയേണ്ടത് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സാധനമൊക്കെ ആയിരുന്നു ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത്. ഇപ്പോഴാണെങ്കിൽ ചിലപ്പം അത് ഭാഷ നമുക്ക് ഡബ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്, ഇതൊക്കെ അറിയാം. എനിക്ക് ചെറിയൊരു സ്പേസ് വേണം, അതായത് കണ്ടു കഴിഞ്ഞാലും ഇന്ന കുട്ടി ചെയ്ത ക്യാരക്ടർ കൊള്ളാം, അത് 2 സീനാണെങ്കിൽ 2 സീന്. എനിക്ക് അത്ര മാത്രമേ എനിക്കൊരു സിനിമയിൽ ഞാൻ നോക്കാറുള്ളൂ, ശ്രദ്ധിക്കാറുള്ളൂ. ഭർത്താവ് ഡയറക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിനിമയും കലാജീവിതവും ബിസിയായിരിക്കുമ്പോൾ രാഹുൽ മിസ് ചെയ്യുന്നത് ശ്രീവിദ്യ എന്നൊരു വൈഫിനെ ആയിരിക്കും. ഇനി അഥവാ സിനിമ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ശ്രീവിദ്യ എന്നൊരു ആക്ട്രസിനായിരിക്കും. ശ്രീവിദ്യ എന്നുള്ള ആക്ട്രസിനായിരിക്കും പുള്ളി അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് താങ്കളുടെ കരിയറിനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ, എന്തോ ഒരു ആൾക്കാർ ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു ഡബ് സ്മാഷെങ്കിലും ചെയ്തിട്ടൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആക്റ്റീവായിരിക്കുന്ന സമയത്ത് കുറേ പേർക്ക് ശ്രീവിദ്യനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടായിരിക്കും, പല കൊളാബറേഷനോ വേണ്ടിയിട്ട്. എങ്ങനെ ശ്രീവിദ്യയെ കോൺടാക്ട് ചെയ്യാം? മാനേജറൊക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ല, മാനേജർ ഉണ്ട്. പക്ഷെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാൻഡ് പ്രൊമോഷന് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ നമ്മൾക്ക് നമ്മുടെ ഇടയിൽ നിന്ന് അതായിരിക്കും. പിന്നെ എപ്പോഴും നമുക്ക് റിപ്ലൈ ചെയ്യാൻ സമയം ഉണ്ടാവണമെന്നില്ല, അങ്ങനെ സപ്പോർട്ടിന് ഒരാളുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും നോർമലി അങ്ങനെയാണ്. ബ്രാൻഡ് കൊളാബറേഷൻസ് വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ മെയിൽ വരും, നമ്മുടെ ഇടയിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളുടെ നമ്പർ കൊടുക്കും, അങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്. എന്നെയൊക്കെ ഭയങ്കര ഈസി അല്ലേ, ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്ന ഒരാളല്ലേ എന്നെ. നല്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും. അതെ 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 അതെ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കിയതാണ്. ശ്രീവിദ്യ വരുന്ന സമയത്ത് ബ്ലോക്കിൽ പെട്ടു എന്നോട് പറഞ്ഞു. ആ ബ്ലോക്കിൽ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ശ്രീവിദ്യ, അതെ, ശ്രീവിദ്യ എന്ന അഭിനേത്രി, നായിക നടി അറിയാലോ, പുള്ളിക്കാരിക്ക് എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്? ശ്രീവിദ്യ അമ്മയ്ക്ക് ഐ തിങ്ക് 3 ആണോ? വിവരമില്ല, ആരും ഇല്ലടാ നമ്മുടെ കൂട്ടത്തിൽ. ആണോ? 4 2 ബെസ്റ്റ് ആക്ട്രസും 2 സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസും. ഞാൻ കുറച്ച് നായികമാരുടെ പേര് പറയാം. താഴെ പറയുന്ന നായികമാരുടെ സിനിമയിൽ നിന്ന് ഒരു സിനിമ മോഷ്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമയായിരിക്കും മോഷ്ടിക്കുന്നത്? കാവ്യ മാധവൻ, ഗദ്ദാമ. പെർഫോമൻസ് ഉണ്ട്. അതെ അതെ. മീര ജാസ്മിൻ, പെരുമഴക്കാലം.
അതും പെർഫോമൻസ് ബേസ് അതെ ആണ്. അതെ അതെ അതെ. സംയുക്ത വർമ്മയ്ക്കും പെർഫോമൻസ് സിനിമകളുണ്ട്. ഉണ്ട്. എനിക്ക് പക്ഷേ ഉണ്ടല്ലോ സംയുക്ത വർമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം വാഴുന്നോറാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പടം. പക്ഷേ നമ്മുടെ നാട്ടില് ഷൂട്ട് ചെയ്തൊരു പടമുണ്ട്, ഇത് വിജു ചേട്ടൻ്റെ കൂടെ അല്ലേ, മധുര നൊമ്പരക്കാറ്റ്. അതും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സംയുക്ത വർമ്മയുടെ ഇഷ്ടമുള്ള പടം വാഴുന്നോറാണ്. അതെ. മഞ്ജു വാര്യർ, മഞ്ജു ചേച്ചിയുടെ സമരല്ലേ ആമി. ഓക്കെ, ഈ ശ്രീവിദ്യനെ പറ്റി ഇപ്പോൾ പറയുന്നത് ബബ്ലി ആയിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന താഴെയുള്ള ആക്ട്രസിൻ്റെ ബബ്ലി ക്യാരക്ടേഴ്സിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? ആനി ഫ്രം മഴയത്ത് മുൻപേ, ശാലിനി ഫ്രം നിറം, ദിവ്യ ഉണ്ണി ഫ്രം പ്രണയവർണ്ണങ്ങൾ, റോമ ഫ്രം ചോക്ലേറ്റ്. ഇതിന് ഞാൻ സെലക്ട് ചെയ്യണോ? അതെന്തൊരു ചതിയാണ്. ഇതിന്ന് ഞാൻ സെലക്ട് ചെയ്യും. എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരെണ്ണം സെലക്ട് ചെയ്യാം. മഴയത്ത് മുമ്പിൽ ആനി ഉണ്ട്, നിറത്തിലെ ശാലിനി ഉണ്ട്, പ്രണയവർണ്ണങ്ങളിലെ ദിവ്യൗണി ഉണ്ട്. ഞാൻ ആനി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആനി ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചോക്ലേറ്റിലെ റോമ. മഞ്ജു വാര്യറിന്റെ ഒരു കഥാപാത്രം ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഭദ്ര, കന്മദത്തിലെ ഭദ്ര, സമരൻ ബത്തലഹേമിലെ ആമി, ആറാം തമ്പുരാനിലെ ഉണ്ണിമായൊന്നും എനിക്ക് എടുത്താൽ പോകില്ലെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് ആമി ആയിരിക്കോ? എനിക്ക് പക്ഷെ ഇത് ഇഷ്ടമാണ്, ഭദ്ര ഒന്നുകൂടെ കുറച്ചുകൂടി ക്യാരക്ടറാണ്. നമ്മുടെ നാടുമായിട്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പെരുമ്പളത്തേക്ക് പോകുന്ന സമയത്ത് നടന്നു പോകുന്ന ആൾക്കാർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ചൂടാണല്ലോ, അപ്പൊ നമ്മുടെ വീടിന്റെ അവിടുത്തെ ഒരു ചേച്ചി ഇതേപോലെ പറങ്കിയാവ് വെട്ടിയിട്ട് ഇതേപോലെ തലയിൽ ആക്കി കത്തി ഇതിന്റെ ഇടയിൽ കുടുക്കിയിട്ട് നടന്നു പോകുന്നു. എന്നിട്ട് കാണുന്ന സമയത്ത് ചൂട് ചിന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ ഓർമ്മ. ഈ സിനിമയിലെ കന്മദം കാണുമ്പോഴത്തേക്കും ഇതിലെ നായിക മഞ്ജു വാര്യരുടെ അനിയത്തി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലാലേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ പുള്ളിക്കാരി ഒരു ഡയലോഗ് വിളിക്കും. ആ ഡയലോഗ് ഒന്ന് ഇപ്പൊ ശ്രീവിദ്യ പറയണം. കാരണം കന്മദം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നല്ലേ പറഞ്ഞത്. ഡയലോഗ് ഇങ്ങനെയാണ്: എടി രാജിയേ, നീ എവിടെ പോയി പണ്ടാറടങ്ങിയിരിക്കുക വടി. എടി രാജിന്ന് ഞാൻ വിളിക്കുമ്പോ മറ്റേതാവും, എടോ സുശീലോ. അപ്പൊ അത് പറയാൻ പറ്റൂല, അതിന്റെ ടോൺ അതെ. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ശ്രീവിദ്യ വെറുതെ ഇരിക്കുകയാണ്, എല്ലാം തിരക്കുകൾ മാറ്റി വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനൊരു അവസരം തരുന്നുണ്ട്, സിനിമകളിലേക്ക് കയറി ചെല്ലാം, അതായത് സിനിമാ കഥാപാത്രങ്ങളിലേക്ക്. അങ്ങനെ പോവുകയാണെങ്കിൽ ഏത് കഥാപാത്രത്തെ പോയി കാണാനാണ് ആഗ്രഹം? ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മൾ നേരത്തെ ആനിയുടെ കാര്യം പറഞ്ഞു, മഴയത്ത് മുൻപേയിലെ ആനിയുടെ കഥാപാത്രം. ഇപ്പം എനിക്ക് ഒരു അവസരം കിട്ടിയാൽ ഞാൻ ആനിയോട് പോയി പറയും, ശ്രുതിയോട് പോയി പറയും, നീ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നല്ല, നീ സൂയിസൈഡ് ചെയ്യേണ്ട ആളല്ല. ഇപ്പോൾ അച്ചുവിൻ്റെ അമ്മയിലെ വനജയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ഞാൻ അവർക്കൊരു പോളിസി എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമയിലെ ജ്യോതിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ കണ്ട ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെണ്ണ് ജ്യോതിയാന്ന് പറയും. അങ്ങനെ ശ്രീവിദ്യക്ക് തോന്നിയിട്ടുള്ളൊരു കഥാപാത്രത്തെ കാണണം എന്ന് തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടർ ഏതെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ കൈക്കുടുന്ന നിലാവ് എന്നുള്ള ഒരു പടമുണ്ട്. അതിൽ എനിക്ക് ദിലീപേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ഇത്രയും പേടിച്ച് ജീവിക്കരുത്, കാരണം അല്ല ശാലിനി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളത് ഒന്ന് ഓപ്പണായിട്ട് പറഞ്ഞാലും മതിയായിരുന്നു. പിന്നെ അവർ സൂയിസൈഡിനൊക്കെ ശ്രമിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ ആ പടം ഇന്നും കാണുമ്പോൾ ഞാൻ ആ സാധനം സ്കിപ്പ് ചെയ്യും. അപ്പൊ എനിക്കിങ്ങനെ പറയണം. പിന്നെ എനിക്ക് ജയറാമേട്ടൻ്റെ അടുത്തും പറയണം, നിങ്ങളെപ്പോലെ ഒരു ഫ്രണ്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു. പിന്നെ എനിക്ക് അമ്മായി അമ്മാൻ്റെ ഒരു പടമുണ്ട്, ഇന്നും കൈരളിയിൽ വരും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടങ്ങളൊക്കെ. സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പോൾ ആ ക്യാരക്ടർ, ആ ഒരു സീന് വരുമ്പോൾ സ്കിപ്പ് ചെയ്യുന്ന പറയുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ ചിലപ്പോൾ നല്ല സിനിമകൾ നമുക്ക് രണ്ടാമത് കാണാൻ പറ്റില്ല. അയ്യോ, ഇത് എൻ്റെ റീലായിരുന്നു, ഞാൻ ഇപ്പം ഇട്ട റീലായിരുന്നു അത്. നമുക്കങ്ങനെ, എന്നെ സംബന്ധിച്ചിടത്തോളം വരവേൽപ്പ് ഭയങ്കര രസമുള്ള സിനിമയാണ്, പക്ഷെ ഞാൻ രണ്ടാമത് കാണില്ല. കാരണം എനിക്ക് വയ്യ, മുരളി അനുഭവിക്കുന്ന ആ ഒരു വേദന കാണാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ശ്രീവിദ്യക്ക് രണ്ടാമത് കാണാൻ സാധിക്കാത്ത ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആകാശദൂത് ഒഴിവാക്കാം, അതൊരു സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നതാണ്. അതല്ലാതെ എനിക്ക് രണ്ടാമത് കാണാനായിട്ടൊരു ധൈര്യമില്ലാതെ, ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും ധൈര്യമില്ലാത്തൊരു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ, ഒരു മാസം ആയിട്ടില്ല. നിങ്ങൾക്ക് ഇതേപോലെ ഭയങ്കര ഇഷ്ടമായിട്ട്, ഞാൻ വാഴ കണ്ടിട്ട് ആ ഇമോഷണൽ ഇട്ടതാണ്, ഇഷ്ടമായിട്ട് നിങ്ങൾ കാണാതെ വെച്ചാൽ അല്ലെങ്കിൽ രണ്ടാമത് കാണാൻ ധൈര്യമില്ലാത്ത സിനിമ ഏതൊക്കെയാണ്? ഞാൻ പത്തേമാര് ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണൂല്ല. കാരണം എൻ്റെ അച്ഛനൊരു
പ്രവാസിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമോഷൻ എനിക്ക് താങ്ങാൻ പറ്റാണ്ട് പത്തേമാരി എനിക്കതാണ് ത്രെഡ് എന്ന് എനിക്കറിയാം. ഞാൻ കാണില്ല ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ പത്തേമാരി സിനിമ കാണില്ല. അങ്ങനെയാണ് സൗദി വെള്ളിക്ക. ഞാൻ തരുൺ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പടം എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണണ്ട. തന്മാത്ര പിന്നെയും ഉണ്ട് ഒരുപാട് പടങ്ങൾ. എനിക്ക് ചില പടങ്ങൾ എൻ്റെ വീട് അപ്പോൻ്റെ എൻ്റെ അമ്മയെ കരഞ്ഞ് 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 എനിക്ക് വയ്യ, എനിക്ക് കാണണ്ട ആ സിനിമകൾ. അങ്ങനെ ഒരുപാട് മാറ്റിവെച്ച സിനിമകൾ എൻ്റെ ലൈഫിലുണ്ട്. അതെ അതെ അതെ. വരവേൽപ്പ് ഇതേപോലെയായിരുന്നു. ഭയങ്കര വിഷമമാണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം, അത് ചിലപ്പോൾ മെയിൻ സ്ട്രീമിൽ വന്നിരിക്കുന്ന സിനിമയായിരിക്കില്ല, ചിലപ്പോൾ അത്രയും ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടുള്ള സിനിമയായിരിക്കില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്, എന്തൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് എന്ന് തോന്നിയിട്ടുള്ളൊരു സിനിമ ഏതാണ്? ഓഫ് കോഴ്സ് എല്ലാവരുടെയും ലിസ്റ്റിലുള്ള വെട്ടം CID മൂസ. വെട്ടം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, വെട്ടം തിയേറ്ററിക്കലി അത് പരാജയപ്പെട്ട ഒരു സിനിമയാണെന്ന്. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ തേന്മാവിൻ കൊമ്പത്ത് ഇന്നലെ വരെ ഇരുന്ന് കണ്ടു, എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ ഒരുപാട് സിനിമകളുണ്ട്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട, അതായത് ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട പടം എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. പക്ഷെ ഇനി ഞാൻ കാണൂല, എനിക്ക് ഭയങ്കര വിഷമാണ് അത് കാണാൻ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം. അങ്ങനെ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ വൈൻഡപ്പ് ചെയ്യാം. ആ സന്തോഷം പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രീവിദ്യ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതാണ്? ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ കോമഡി കുക്സ് എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ കോമഡി മാസ്റ്റേഴ്സ് അമൃതയിൽ അങ്ങനെ മിനി സ്ക്രീനിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റണമെന്നാണ് ഒരുപാട് ആഗ്രഹം. ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ. എൻ്റെ നാട്ടുകാരെയാണ്, അതിലുപരി ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരാളാണ്. അത് ബ്ലോക്ക് ചെയ്യുന്നു. മെസ്സേജ് അയച്ചാലും വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കുന്ന ഒരാളാണ്. ഒരു താരജാടയും ഇല്ലാതെ, ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അത്രയും ബിസിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് വിട്ടുപോയി, കണ്ടില്ല, കോൾ കണ്ടില്ല, പക്ഷെ തിരിച്ച് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീവിദ്യ. ഞാൻ കുറേ ആൾക്കാരോട് മറ്റു സാധനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിട്ടുപോയി, നിന്റെ ഇത് കേൾക്കുമ്പോൾ എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് പറയും. ഓൾ റൈറ്റ്. അപ്പോൾ ഇനിയും കുടുംബജീവിതവും കരിയറും നല്ല രീതിയിൽ പോട്ടെ. നമുക്ക് വീണ്ടും ഇനിയൊരു പോഡ്കാസ്റ്റായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ടാവട്ടെ. ഇതെൻ്റെ ഒരു തുടക്കമാണ്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിൻ്റെ തുടക്കം എൻ്റെ കൂടെ ആയതിൽ. പണ്ട് ആരോ അല്ല, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഒന്നും അങ്ങനെ മോശമായി പോകില്ല എന്ന്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ സ്റ്റെപ്പ്. അടിപൊളിയാവട്ടെ. വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാ ഐശ്വര്യങ്ങളും. താങ്ക് യു സോ മച്ച്.